വാട്ട് ഈസ് ഹാപ്പനിങ് നൗ? ഈ ഒരു മൊമെന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു, എപ്പോ തുടങ്ങി എപ്പോ അവസാനിച്ചു ഇതല്ല, ഇപ്പോ എന്ത് സംഭവിക്കുന്നു അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ആം ടോക്കിംഗ്, ഇതാണ് പോസിറ്റീവ് സെന്റൻസ് വരാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഹെൽപ്പിംഗ് വെർബ് ഫ്രണ്ടിലേക്ക് വരുന്നു. ഹായ് ഓൾ, വെൽക്കം ടു CC ലാംഗ്വേജ് ഹബ്. ലേൺ ഇംഗ്ലീഷ് വിത്ത് 30 days. 30 ദിവസം കൊണ്ട് ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. പാർട്ട് 6. ഇതിനു മുൻപുള്ള 5 വീഡിയോസും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വെച്ചാൽ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും നമുക്ക് പറയാം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് അല്ലേ. നമുക്ക് നോക്കാം അത് തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ലേൺ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. വാട്ട് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. അതായത് ഈ അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്, ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നോ അതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് നോക്കാം വേറെ എവിടെയൊക്കെയാണ് ഇത് പറയാനുള്ളത്. ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്, സംസാരിക്കുന്ന ആ ഒരു സമയത്ത്. ആൻഡ് ടെമ്പററി ആക്ഷൻസ്, അതായത് ടെമ്പററി ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. അതെങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വെർബിന്റെ ING ഫോം. ചെറിയൊരു ഇക്വേഷൻ പോലെ. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ലേ, മലയാളത്തിൽ കർത്താവ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് ആം ആർ. ഈസ് ആം ആറിന്റെ മലയാളം എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയും. ഈസ് ആം ആർ. ഓക്കെ, ഈസ് ആം ആർ പ്ലസ് വെർബിന്റെ ING ഫോം. വെർബിന്റെ ING ഫോം. അപ്പോൾ കം ആണ് വെർബെങ്കിൽ കമ്മിങ് എന്ന് വരും. ഓക്കെ, വെർബ് എന്ന് പറഞ്ഞാൽ അറിയാം ക്രിയ, അതായത് പ്രവൃത്തി, ആക്ഷൻ. സോ സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വെർബിന്റെ ING ഫോം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സബ്ജക്ട് ഐ ആണെങ്കിൽ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെ. ഏതൊക്കെ സബ്ജക്റ്റ് ഉള്ളത്? ഐ, യു, ദേവി, ഹി, ഷീ, ഇറ്റ് ആണ്. ഓക്കെ, സോ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഈസ് ആം ആർ ഏതാണ് വരിക? ആം ആണ് വരിക. വെർബ് നോക്കൂ, ഒരു വെർബ് ഇവിടെ കൊടുത്തു, ഐ ആം പ്ലേയിങ്. ഓക്കെ, ആം പ്ലേയിങ്. ദെൻ സബ്ജക്റ്റ് ഹി ഓർ ഷീ ഓർ ഇറ്റ് ആണെങ്കിൽ ഈസ് ആണ് വരിക. ഒരു വെർബ് നമുക്ക് നോക്കാം. റീഡ് എന്ന വെർബാണ് വരുന്നെങ്കിൽ ഹി ഈസ് റീഡിങ്, ഇറ്റ് ഈസ് റീഡിങ് എന്ന് പറയാം. ആൻഡ് യു, ദേ, വി. യു, ദേ, വി ആണെങ്കിൽ ആറാണ് വരിക. ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി വെർബ് എന്താ വരിക? ആറാണ് വരിക. സോ ഈസ് ആം ആർ എവിടെയൊക്കെയാ വരിക നമ്മൾ അറിഞ്ഞിരിക്കണം. ഐയുടെ കൂടെ ആം ആണ് വരിക. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഈസ് ആണ് വരിക. ആൻഡ് യു, ദേ, വി കൂടെ എന്താണ് വരിക? ആറാണ് വരിക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. പിന്നെ വെർബിന്റെ ING ഫോം ആണ് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. ദേ ആർ വർക്കിംഗ്, ഷീ ഈസ് റീഡിങ്, ഐ ആം പ്ലേയിങ്. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്. സോ എക്സാമ്പിൾസ് നോക്കാം. അഫർമേറ്റീവ് സെന്റൻസ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നാണ് അവിടെ അർത്ഥം. റൈറ്റ് നൗ വാട്ട് ഈസ് ഹാപ്പനിങ്? ഓക്കെ, ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ, അവള് ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദേ ആർ വാച്ചിങ് TV, അവര് TV കാണുകയാണ്. വി ആർ ലേണിംഗ് ഗ്രാമർ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മള് ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ക്ലിയർ ആണോ? വാട്ട് ഈസ് ഹാപ്പനിങ് നൗ? ഈ ഒരു മൊമെന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു, എപ്പോ തുടങ്ങി എപ്പോ അവസാനിച്ചു ഇതല്ല, ഇപ്പോ എന്ത് സംഭവിക്കുന്നു അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. if you have any doubts you can ask in the comment box. Okay, and negative sentences എങ്ങനെ പറയാൻ നോക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്, അവൾ ഉറങ്ങുകയാണ്. ഓക്കെ, ഇനി അവൾ ഉറങ്ങുകയല്ല, ഞാൻ പഠിക്കുകയല്ല എന്ന് പറയുമ്പോഴാണ് നെഗറ്റീവ് ആവുക. നമുക്ക് നോക്കാം. സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് എന്ത് വരും ഇവിടെ? എക്സ്ട്രാ നോട്ട്. നോട്ട് പ്ലസ് വെർബിന്റെ ING ഫോം. അപ്പൊ ഈ ഒരു ഓക്സിലറി ഹെൽപ്പിംഗ് വെർബ് ഈസ് ആം ആറിന്റെ കൂടെ നമ്മൾ ഒരു നോട്ട്, നെഗേഷൻ ആഡ് ചെയ്യാണ്. ഓക്കെ, ഈസ് ആം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ്. നോട്ട് വന്നാൽ എന്താകും? അല്ല എന്ന് വരുന്നു. ഓക്കെ, എക്സാമ്പിൾസ്. ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, ഐ ആം നോട്ട് സ്ലീപ്പിംഗ്. ഹി ഈസ് നോട്ട് പ്ലേയിങ്, അവൻ കളിക്കുകയല്ല. ദേ ആർ നോട്ട് റണ്ണിങ്. ഷോർട്ട് ഫോംസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈസ് നോട്ട് എന്ന് പറയുമ്പോൾ isn't എന്ന് വരുന്നു. isn't. ഓക്കെ, aren't, are not എന്ന് പറഞ്ഞാൽ എന്താണ്? aren't. ക്ലിയർ ആണോ? ക്ലിയർ. സോ ഈ നോട്ട് വരുമ്പോൾ, അതായത് നെഗേഷൻ വരുമ്പോൾ isn't അല്ലെങ്കിൽ he isn't
വർക്കിംഗ്. അവൻ ഇന്ന് വർക്ക് ചെയ്യുകയല്ല. ഓക്കെ, ഹി ഈസിന്റ് വർക്കിംഗ്. അപ്പൊ അങ്ങനെ ഈസ് നോട്ട്, ആർ നോട്ട് എന്താകും? ഈസിന്റ് ആൻഡ് ആറിന്റ് ആയിട്ട് നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഫോം. നമുക്ക് അഫർമേഷൻ പറഞ്ഞു, പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, ദെൻ നമ്മൾ എന്ത് പറയാണ്? ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചോദിക്കാന്ന് പറയാണ്. ഈ ഹെൽപ്പിംഗ് വേർബ് ഉണ്ടല്ലോ, ഈസാമാർ, ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്ന ഇവരെ ഫ്രണ്ടിലേക്ക് എടുക്കുക. ദെൻ എന്ത് ചെയ്യുക? ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ing ഫോം അതൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ. നമുക്ക് എന്ത് വേണം? ഈ ഈസാമാർ ഫ്രണ്ടിലേക്ക് വരാം. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കും വരണം. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. ആം ഐ ടോക്കിംഗ്? ഞാൻ സംസാരിക്കുകയാണോ? ഞാൻ സംസാരിക്കുകയാണോ? അപ്പൊ ഇതിന്റെ അതായത് അഫർമേഷൻ എന്തായിരിക്കും? ഐ ആം ടോക്കിംഗ്. ഇതാണ് പോസിറ്റീവ് സെന്റൻസ് അല്ലേ? ഐ ആം ടോക്കിംഗ്, ഇതാണ് പോസിറ്റീവ് സെന്റൻസ് വരാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഹെൽപ്പിംഗ് വേർബ് ഫ്രണ്ടിലേക്ക് വരുന്നു. ആം ഐ ടോക്കിംഗ്? ഞാൻ സംസാരിക്കുകയാണോ? ഇതാണ് ക്വസ്റ്റ്യൻ ഫോർമേഷൻ വരാം. ആം ഐ ടോക്കിംഗ്? ഞാൻ സംസാരിക്കുകയാണോ? ഇനി ഈസ് ഷീ ഡാൻസിങ്? ഓക്കെ, ഈസ് ഷീ ഡാൻസിങ്? അവൾ ഡാൻസ് ചെയ്യുകയാണോ? ആർ ദേ കമ്മിങ്? അവർ വരികയാണോ? അവരിങ്ങോട്ട് വരികയാണോ? നോക്കിയേ, നമ്മൾ ചോദിക്കില്ലേ അവർ വരികയാണോ? ഓക്കെ, ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിൽ യെസ് ഷീ ഈസ്. ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കിയേ. ആം ഐ ടോക്കിംഗ്? യെസ് യു ആർ. ഇവിടെ ആൻസർ എന്ത് വരും? യെസ്, ഞാൻ സംസാരിക്കുകയാണോ? യെസ് യു ആർ. ഈസ് ഷീ ഡാൻസിങ്? യെസ് ഷീ ഈസ്. അവൾ കളിക്കുകയാണോ? അവൾ ഡാൻസ് ചെയ്യുകയാണോ? യെസ് അവള് കളിക്കുകയാണ്. യെസ് ഷീ ഈസ്. ആർ ദേ കമ്മിങ്? യെസ് ദേ ആർ. ഓക്കെ, ആ രീതിയിലാണ് ആൻസേഴ്സ് വരാം. ഇനി നോ ആണെങ്കിലോ? നോ ദേ ആറിന്റ്, നോ ഷീ ഈസിന്റ്. ഓക്കെ, ആ രീതിയിൽ വരും. നെക്സ്റ്റ് വൺ, വെൻ ഡു വി യൂസ് ഇറ്റ്? ഇത് എവിടെയാണ് ഉപയോഗിക്കുക? നമ്മളിപ്പോ എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുക, എങ്ങനെയാണെന്ന് നോക്കാം. ആക്ഷൻ ഹാപ്പനിങ് നൗ, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇപ്പോ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ നമുക്കിത് ഉപയോഗിക്കാം. ആൻഡ് ഷീ ഈസ് റൈറ്റിംഗ്, അതെങ്ങനെ വരിക? ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അവളൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവളൊരു കത്ത് എഴുതുകയാണ്. ഇപ്പോൾ അവളൊരു കത്ത് എഴുതുകയാണ്. ഓക്കെ, സോ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ടെമ്പററി ആക്ഷൻ എങ്ങനെ പറയാ? ടെമ്പററി ആക്ഷൻ, ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട് ദിസ് വീക്ക്. ഈ ആഴ്ച ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ നിൽക്കുകയാണ്. അതായത് ഇപ്പോ തൽക്കാലം ഞാൻ ഇപ്പോൾ ഒരു ഫ്രണ്ടിന്റെ കൂടെ നിൽക്കുകയാണ് എന്ന് പറയില്ലേ? അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ ടെമ്പററി എന്നുള്ള ആ ഒരു കോൺസ്റ്റൻസ് പറഞ്ഞത്. സോ ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട് ദിസ് വീക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിലാണ് പറയില്ലേ? സോ ഐ എം വെയിറ്റിംഗ് ഇൻ ദ ബസ് സ്റ്റോപ്പ്. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ഷൻ നമ്മൾ പറയും. സിമ്പിൾ ഫ്യൂച്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അതെന്താണ്? വി ആർ മീറ്റിംഗ് ടുമോറോ. നാളെ ഞങ്ങൾ മീറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആർ യു അറ്റൻഡിങ് എ മീറ്റിംഗ് ടുമോറോ? നാളെ നീ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അതായത് ഫ്യൂച്ചർ, പ്ലാൻഡ് ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും? ഇതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് എന്തിൽ പറയാം? ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ഷനിൽ പറയാം. അതല്ലെങ്കിൽ ഗോയിങ് ടു, ഐ എം ഗോയിങ് ടു മീറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഫിയാൻസി, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അങ്ങനെ പറയുമ്പോഴും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ഏതൊക്കെ ടൈം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം? സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, സോ ഏതൊക്കെ ടൈം എക്സ്പ്രഷൻസ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ഇതൊക്കെയാണ്. നൗ, ഇപ്പോൾ, ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. ഐ എം സ്റ്റഡിയിങ് നൗ. ഓക്കെ, ഇനി റൈറ്റ് നൗ, റൈറ്റ് നൗ ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഇപ്പൊ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അറ്റ് ദ മൊമെന്റ്, ഈ ഒരു നിമിഷത്തിൽ, ആ ഒരു നിമിഷത്തിൽ എന്നൊക്കെ പറയാൻ അറ്റ് ദ മൊമെന്റ് ഉപയോഗിക്കാം. കറന്റ്ലി, ഇപ്പോ, കറന്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് പറയാൻ വേണ്ടി നമുക്ക് കറന്റ്ലി ഉപയോഗിക്കാം. ടുഡേ, ഓക്കെ, ഐ എം സ്റ്റേയിങ് ടുഡേ, ഐ എം സ്റ്റേയിങ് ഹിയർ ടുഡേ. ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് സ്റ്റഡിയിങ് നൗ. ഷീ ഈസ് സ്റ്റഡിയിങ് നൗ. ഫോർ എക്സാമ്പിൾ എന്തായിരുന്നു? ഷീ ഈസ് സ്റ്റഡിയിങ് നൗ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ സ്പെല്ലിംഗ് റൂൾസ് ഒന്ന് നോക്കാം. അതായത് വേർബിന്റെ കൂടെ ing ചേർക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ വേർബിനും ഒരു ing ചേർക്കുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, പ്ലേ എന്ന വേർബിന്റെ കൂടെ ing ചേർത്തു, പ്ലേയിങ് ആയി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, വേർബ് എൻഡ്സ് വിത്ത് ഇ എന്ന വേർബ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ്? മേക്ക്. മേക്ക് എന്ന വേർബിൽ എന്ത് വന്നു? ഒരു ഇ ഉണ്ട് അല്ലേ? ഇ റിമൂവ് ചെയ്യുക, then ing ചേർക്കാം, മേക്കിംഗ്. ഇപ്പൊ ഇവിടെ റിമൂവ് ആണെങ്കിൽ റിമൂവിങ്. ഓക്കെ, ആ ഒരു ing ചേർക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇ എന്ന ലെറ്റർ
റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി CVC പാറ്റേൺ എന്താണ്? അതായത് ഒരു കൺസണന്റ് സൗണ്ട് വരും, ദെൻ ഒരു വവൽ സൗണ്ട് വരും, വീണ്ടും ഒരു കൺസണന്റ് സൗണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ റൺ കൺസണന്റ് ആണ്, ആറ്, എന്നും കൺസണന്റ് ആണ്. അതുപോലെ തന്നെ യു എന്താണ്? വവൽ സൗണ്ട് ആണ് അല്ലേ? അപ്പോ RUN റൺ. അങ്ങനെ CVC പാറ്റേണിലുള്ള 3 ലെറ്റർ വേർഡ് വരുമ്പോ ലാസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യാം. റണ്ണിങ്. ക്ലിയർ ആണോ? യെസ്. സോ ഈ രീതിയിലാണ് സ്പെല്ലിംഗിൽ ഒരു വ്യത്യാസം വരിക. ഈ രീതിയിലുള്ള വേർബ്സ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. CVC പാറ്റേണിലുള്ള ഒരു വേർബ് കണ്ടുപിടിച്ചേ, എന്നിട്ട് അതിനൊരു എങ്ങനെ ഡബിൾ ചെയ്ത് ING ചേർത്ത് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്ന് കണ്ടെത്തുക. CVC പാറ്റേണിലുള്ള വേർഡ് ഒന്ന് കണ്ടെത്തിയിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ, കോമൺ മിസ്റ്റേക്സ്. എന്തൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ് നമ്മൾ ഈ ഏരിയയിൽ വരുത്താറുള്ളതെന്ന് നോക്കാം. കൂടുതൽ ആളുകളും വരുത്താറുള്ള മിസ്റ്റേക്സ് ആണ് ഷീ ഈസ് പ്ലേ എന്ന് പറയും. ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് അല്ലേ? ഷീ ഈസ് എ ടീച്ചർ പറയാം, അവളൊരു ടീച്ചറാണ്. ഹീസ് എ സ്റ്റുഡന്റ്, അവനൊരു കുട്ടിയാണ് അല്ലേ? അപ്പൊ അങ്ങനെ പറയാൻ ഓക്കെയാണ്. പക്ഷേ ഷീ ഈസ് പ്ലേ എന്ന് പറയോ? നെവർ. ഷീ ഈസ്, ഇവിടെ ഈസിന് ശേഷം വേർബ് ആണ് വരുന്നെങ്കിൽ എന്ത് വേണം? ING വേണം. ഷീ ഈസ് പ്ലേയിങ്. ഷീ പ്ലേസ് എന്ന് പറഞ്ഞ പോലെയല്ല, ഷീ ഈസ് പ്ലേയിങ്, ഇതാണ് കറക്റ്റ്. I are studying പറയോ? നെവർ. ഐയുടെ കൂടെ ആറ് വരില്ല, ഐയുടെ കൂടെ ആം ആണ് വരിക. I am studying. ഓക്കെ, ഇനി they is coming പറയോ? നോ, they are coming. ക്ലിയർ ആണോ? സോ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഓക്സിലറി വെർബ്സ് ആണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ സാമാർ എവിടെയൊക്കെ വരും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഒരു എക്സസൈസ് നോക്കാം, കിട്ടിയോ എന്ന് അറിയണ്ടേ നമുക്ക്? യെസ്. ഷീ ഡാഷ് റീഡ് ആണ് വെർബ് വരിക. ബുക്ക് നൗ, അവളിപ്പോ ഒരു ബുക്ക് വായിക്കുകയാണ്. എങ്ങനെ പറയാ? അവളിപ്പോ ഒരു ബുക്ക് വായിക്കുകയാണ്. ഷീയുടെ കൂടെ ഏതാണ്? ഈസ് ആണോ ആം ആണോ ആറാണോ വരിക? പറഞ്ഞു നോക്കിയേ. ഷീ ഈസ് ആണ് വരിക. ഷീ ഈസ് റീഡ്, എന്ത് വരണം? ING വരണം. ഷീ ഈസ് റീഡിങ്. ഷീ ഈസ് റീഡിങ് എ ബുക്ക് നൗ. ക്ലിയർ അല്ലേ? യെസ്. ദേ ഡാഷ് പ്ലേ ഫുട്ബോൾ. ദേയുടെ കൂടെ ഈസ് ആണോ ആം ആണോ ആറാണോ വരിക? പറഞ്ഞേ. ദേയുടെ കൂടെ ആറാണ് വരിക. ദേ ആർ പ്ലേയിങ്. They are playing a football. Then I dash write a letter. ഐയുടെ കൂടെ ഈസ് ആണോ ആം ആണോ ആറാണോ വരിക? I am writing a letter. We dash English. നമ്മളിപ്പോ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. എങ്ങനെ പറയാ? വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അല്ലേ? We are learning English. ക്ലിയർ ആണോ? യെസ്. സോ ഇങ്ങനെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. എന്താണ്? ഇങ്ങനെ നമ്മളിരുന്ന് റേഡിയോ പറയുന്ന പോലെ TV കാണുന്ന പോലെ പഠിച്ചാൽ മതിയോ? ഇല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. സ്കിൽ അല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഏതൊരു സ്കില്ല് പോലെയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. സോ ഓരോ തവണ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഓരോ മിസ്റ്റേക്സ് വരുത്തും അല്ലേ? ഇത് ഓരോ എക്സ്പീരിയൻസസ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിച്ച് തന്നെ പഠിക്കണം. അത് കറക്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. വെറുതെ ഞാനിങ്ങനെ സംസാരിച്ചു പോയിട്ട് കാര്യമില്ല. തെറ്റ് തന്നെ, എൻ്റെ പഴയ തെറ്റ് തന്നെ ഇപ്പോഴും ഞാൻ കൊണ്ടുപോരും അല്ലേ? അങ്ങനെയല്ല, ഞാൻ സംസാരിക്കുന്ന കാര്യം കേട്ട് തിരുത്താൻ കൂടെ ഒരാൾ വേണം. സോ നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനർ കൂടെ 1-to-1 ഇന്ററാക്റ്റീവ് സെഷൻ, ലൈവ് ഇന്ററാക്റ്റീവ് സെഷനിലൂടെ സംസാരിക്കാൻ പഠിക്കാം. അത് കൂടാതെ തന്നെ ഗ്രൂപ്പായി സോഷ്യലൈസ് ചെയ്ത് കുറച്ചുകൂടി ഗ്രൂപ്പ് സെഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. വെറും 30 ദിവസം കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് ക്ലാസ് എടുക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണ്, നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9995779383 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരു ഫ്രീ ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ലെവൽ എവിടെയാണെന്ന് മനസ്സിലാക്കാം. എത്ര ദിവസം കൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.